ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ദേ, ഇനി നീ അതിന്റെ പിന്നാലെ നടക്കാൻ പോണ്ടാട്ടോ. ഞാൻ ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചറാ. എനിക്ക് ആരോടും വേർതിരിവ് കാണിക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളെ പോലെ തന്നെയാ എനിക്ക് ചിപ്പിമോളും. അലമാരിയിൽ ഈ ഫയലിരിക്കുന്ന കണ്ടപ്പോ വെറുതെ ഒരു കൗതുകത്തിനെടുത്ത് നോക്കിയതാ. ഇതിനകത്ത് എന്താ ഇത്ര വലിയ കൗതുകം? ഒന്നുമില്ല, വെറുതെ. സമ്പർക്ക പുറത്ത് എവിടെയെങ്കിലും പോയിരുന്നോ? ഞാനെവിടെ പോവാനാ? വല്ലാത്തൊരു തലവേദന. ഞാനൊരു ചായ ഇട്ട് കുടിക്കട്ടെ? ചേച്ചിക്ക് വേണോ? വേണ്ട. സ്കൂളിലെ കാര്യം ഞാൻ എല്ലാരോടും പറഞ്ഞു കൊടുത്തേക്കട്ടെ? അയ്യോ വേണ്ട. നീ സീസോയില് പിടിച്ച് വലിച്ചിട്ടാ ചിപ്പിമോള് വന്ന് വീണതെന്ന് തൽക്കാലം വേറെ ആരും കണ്ടിട്ടില്ല. ആ പ്രിൻസിപ്പൽ എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ ശരിയാക്കും. വാ നടക്ക്. അല്ല, നിന്റെ സ്കൂട്ടർ എവിടെയാടി? അത് സ്കൂളിലിരിക്കുക. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വഴി ഞാൻ ഇവരെയും കൂട്ടി ഇങ്ങ് പോന്നു. സ്കൂട്ടർ ഇനി നാളെ എടുക്കാം. ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല പരിക്കുണ്ട്. അവന്തികയുടെ മോളല്ലേ, വീണതിൽ ഒരു കുഴപ്പമില്ല. മോളെ, അങ്ങനെ പറയരുത്. ആ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവന്തിക നമ്മളെ ചതിച്ചതിന് ആ കുഞ്ഞെങ്ങനെ ഉത്തരവാദിയാവും? ദാ, ഈ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലെ ഒരു കുഞ്ഞു തന്നെയല്ലേ അതും. അവന്തികയും നമ്മളും തമ്മിലുള്ള വിരോധം ആ കുഞ്ഞിന് എന്തെങ്കിലും അറിയോ? അതൊരു നിരപരാധിയല്ലേ, അല്ലേ? അതുകൊണ്ട് മനസ്സിൽ പോലെ നമ്മൾ അങ്ങനൊന്നും വിചാരിക്കരുത്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുന്നത് പോലെയല്ലേ അതും. ഇതാ അമ്മയുടെ കാര്യം. ശത്രുക്കളോടും കുടുംബത്തോടും വലിയ ദയയാ. അവളാണെങ്കിലോ പിന്നാലെ നടന്ന് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാതെ ഉപദ്രവിക്കുകയും ചെയ്യും. എടി, അവന്തിക നമ്മുടെ ശത്രുവാണ്. പക്ഷെ ആ കുഞ്ഞെങ്ങനെ നമ്മുടെ ശത്രുവാവും? അതൊരു പാവം കുട്ടിയാ. ഇവരോടൊക്കെ നല്ല കൂട്ടാ. ഹോസ്പിറ്റലിൽ വെച്ച് അവരെ കണ്ടില്ലേ അവന്തികയെ? കണ്ടു. എന്റെയും പ്രിൻസിപ്പലിന്റെയും നേരെ കുറെ ചാടുകയും ചെയ്തു. ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ടാ കുട്ടി വീണതെന്ന് അവര് പറയുന്നത്. അവർക്ക് ആ കുട്ടിയോട് ശരിക്കും സ്നേഹമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്റെ ചേച്ചി തന്നെയല്ലേ ആള്, അതുകൊണ്ട് ചോദിച്ചതാ. അത് പിന്നെ ഏതൊരമ്മയ്ക്കായാലും കുഞ്ഞിനോട് സ്നേഹമില്ലാതിരിക്കോ? മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? മോളെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ആ കുട്ടി വീണ സ്ഥലത്ത് നിങ്ങൾ ഉണ്ടായിരുന്നല്ലേ? ആ അതെ അച്ഛമ്മേ,
ഇവരും അതിനടുത്തൊക്കെ ഉണ്ടായിരുന്നു. ഓ ചിപ്പി വീണപ്പോ ഇവര് പേടിച്ചു പോയി. ആണോ? അതാ ഇന്ദുക്കുട്ടിയുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന. എന്റെ മക്കള് വിഷമിക്കണ്ട കേട്ടോ. അമ്മമ്മ ചായയും പലഹാരവും ഒക്കെ എടുത്തു തരാം. വാ വന്നേ വാ. അതെ, കൊച്ചിന് ശരിക്കും പരിക്കുണ്ടോ? പിന്നെ ഇല്ലാതെ ബ്ലഡ് വരെ വേണ്ടി വന്നു. അതും വളരെ റെയർ ആയൊരു ബ്ലഡ് ഗ്രൂപ്പാ, AB പോസിറ്റീവ്. എന്നിട്ട് ഞങ്ങളെല്ലാരും ഒരുപാട് ശ്രമിച്ചു. ബ്ലഡ് ബാങ്കിൽ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെന്ത് ചെയ്തു? ദൈവം പറഞ്ഞു വിട്ടതുപോലെ ഹോസ്പിറ്റലിൽ വന്ന ഏതോ ഒരു നന്മയുള്ള സ്ത്രീയാ ബ്ലഡ് കൊടുത്തത്. അവരെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ദേ ഇനി നീ അതിന്റെ പിന്നാലെ നടക്കാൻ പോണ്ട കേട്ടോ. ഞാൻ ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചറാ. എനിക്ക് ആരോടും വേർതിരിവ് കാണിക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളെ പോലെ തന്നെയാ എനിക്ക് ചിപ്പിമോളും. ഹലോ, ആരാണ്? ഇത് അവന്തികയാണ്, അവന്തിക അസോസിയേറ്റ്സിന്റെ MD. ഓ മനസ്സിലായി. എന്തായിരുന്നു മാഡം? ഒരു താങ്ക്സ് പറയാനാ വിളിച്ചത്. എന്നോടെന്തിനാ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. താങ്ക്സ് പറയേണ്ടത് ശരിക്കും താങ്കളുടെ വൈഫിനോടാ. വൈഫിന്റെ നമ്പർ എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാ ഞാൻ താങ്കളെ വിളിച്ചത്. എന്റെ വൈഫോ? അല്ല, അതിന് സമൃദ്ധി എന്ത് ചെയ്തു? എന്റെ മകൾക്ക് സ്കൂളിൽ വെച്ച് ഒരു ആക്സിഡന്റ് പറ്റി. ഓ, വളരെ റെയറായ ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് മോളുടേത്, AB പോസിറ്റീവ്. ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ മോക്ക് ബ്ലഡ് നൽകിയത് താങ്കളുടെ വൈഫാ. ഓ ഇല്ല, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. വൈഫ് അടുത്തുണ്ടോ? ഇല്ല, ഞാൻ പുറത്താണ്. വൈഫിനോട് എന്റെ ഒരു താങ്ക്സ് പറയണം. നാളെ ഞാൻ നേരിട്ട് വന്ന് താങ്ക്സ് പറഞ്ഞോളാം. ഓ ഗ്രേറ്റ്, യു ആർ ഓൾവേസ് വെൽക്കം. ഓക്കെ, താങ്ക് യു. ഹലോ, എന്താ ഗൂഗിൾ? സമൃദ്ധി ഇന്ന് പുറത്തെങ്ങാനും പോയിരുന്നോ? എനിക്കറിയില്ല. എന്താ, എന്തു പറ്റി? ഏയ് ഇല്ല, ഒന്നുമില്ല.